ഒരു കുടുംബത്തിന്റെ നെടുംതൂണായിരുന്നു. ആ നാടിന്റെ എല്ലാമായിരുന്നു. ബിന്ദുവിനെ അറിയാവുന്നവർക്ക് പറയാനുള്ളത് ഇതാണ്. ഒരു കുഴപ്പമില്ലാത്തൊരു പാവം പെണ്ണ്, പ്രീ ഡിഗ്രി പാസ്സായതാ. രാവിലെ 6 മണിക്ക് ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ വൈകിട്ട് 8 മണിയാവും വരാനായിട്ട്. അപ്പം അങ്ങനെയൊക്കെ നിൽക്കുന്ന ഒരു പ്രായമായ അമ്മയുണ്ട്, എൻ്റെ അണ്ണനുണ്ട്, 2 കൊച്ചുങ്ങളുണ്ട്. അവരെല്ലാം പഠിത്തം എല്ലാ ബാധ്യതയും കട ലോണും എല്ലാം വാങ്ങിച്ച പഠിപ്പിക്കുന്നത്. കുടുംബമായിരുന്നു ബിന്ദുവിന് സർവ്വവും. വസ്ത്രവ്യാപാര സ്ഥാപനത്തിൽ നിന്ന് ലഭിക്കുന്ന ബിന്ദുവിന്റെ തുച്ഛമായ വേതനമായിരുന്നു ആ കുടുംബത്തിന്റെ പ്രധാന വരുമാനം. മക്കളുടെ പഠനം, അവർക്കൊരു ജോലി, അതായിരുന്നു ആ സാധാരണക്കാരിയായി വീട്ടമ്മയുടെ ഏറ്റവും വലിയ ലക്ഷ്യം. BSc നഴ്സിംഗ് അവസാന വർഷ വിദ്യാർത്ഥിനിയായിരുന്നു മകൾ നവമി. മകളുടെ വിദ്യാഭ്യാസത്തിനായി ലക്ഷങ്ങൾ കടമെടുത്തു. ആദ്യ ശമ്പളം അമ്മയ്ക്ക് നൽകാനായി എത്തിയ മകൻ കണ്ടത് അമ്മയുടെ ചേതനയറ്റ ശരീരം. എന്ത് തെറ്റാണ് ഞങ്ങൾ ചെയ്തതെന്ന മകന്റെ ചോദ്യത്തിന് മുന്നിൽ കണ്ണീരടക്കാനാവാതെ ഓരോരുത്തരും നിന്നു. ലൈഫ് മിഷൻ ഭവന പദ്ധതിയിൽ ഉൾപ്പെടുത്തിയായിരുന്നു വീടിന്റെ നിർമ്മാണം നടത്തിയത്. ഇനിയും പൂർത്തിയാക്കാൻ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഏറെയുണ്ട്. സ്വപ്നങ്ങൾ പലതും പാതി വഴിയിലാക്കി ബിന്ദു യാത്രയായി. കഷ്ടം പിടിച്ച ജീവിതം കണ്ടില്ലേ ഇത്. എന്ത് പറയാൻ, നമുക്കൊന്നും അറിഞ്ഞൂടാ പറയാനൊന്നും. മകളുടെ ചികിത്സയ്ക്കായാണ് നിർധന കുടുംബം കോട്ടയം മെഡിക്കൽ കോളേജിനെ ആശ്രയിച്ചത്. മകളുടെ അസുഖം ഭേദമായി വീട്ടിലേക്ക് ഉടൻ തിരികെ എത്തുമെന്ന പ്രതീക്ഷയിലായിരുന്നു ബിന്ദു. എന്നാൽ സർക്കാർ സംവിധാനത്തിന്റെ അനാസ്ഥയിൽ എരിഞ്ഞു തീർന്നത് ഒരു പാവപ്പെട്ട വീട്ടമ്മയുടെ ജീവിതമാണ്. ഒരുപാട് പ്രതീക്ഷകളും സ്വപ്നങ്ങളും ബാക്കിയാക്കിയാണ് ബിന്ദുവിന്റെ മടക്കം. ഇനി ആരൊക്കെ എന്തൊക്കെ ന്യായീകരണങ്ങൾ പറഞ്ഞാലും നഷ്ടപ്പെട്ട ജീവന് പകരം മറ്റൊന്നുമാവില്ലെന്ന് മാത്രം. ക്യാമറമാൻ മനോജ് മാടശ്ശേരിക്കൊപ്പം സ്നേഹമോൾ നൈനാൻ, മാതൃഭൂമി ന്യൂസ്, കോട്ടയം.